കണ്ണൂർ ഇരിക്കൂർ മാമാനത്തിലെ മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ മാമാനത്തമ്പലം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ പൊതുവെ അറിയപ്പെടുന്നത്. ഇരിക്കൂർ ടൗണാണ് ഏറ്റവും അടുത്ത്, വെറും 2 കിലോമീറ്റർ. അതുപോലെ ഇരിട്ടി ടൗൺ ഉണ്ട്, കുറച്ച് വലിയ ടൗൺ ഇരിട്ടിയാണ്. ഇരിട്ടി ഒരു 15-17 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. കണ്ണൂർ എയർപോർട്ട് 20 കിലോമീറ്റർ, മട്ടന്നൂർ ടൗണും ഏകദേശം 18-20 കിലോമീറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിന് വരണമെങ്കിൽ ഒന്നിക്കൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അപ്പം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 35-40 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഇരിക്കൂറേക്ക്. അത്ര തന്നെയുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. രണ്ടും ഏകദേശം ഒരേ ഡിസ്റ്റൻസാണ് വരിക. അമ്പലം വരെ മെയിൻ റോഡിലേക്കാണ്. അപ്പോൾ നേരെ മെയിൻ റോഡ് തന്നെ അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഈ ഷീറ്റിട്ട വലിയൊരു ഹാള് അല്ലെങ്കിൽ ഷീറ്റിട്ട വലിയൊരു സ്ഥലം ഉള്ളത്. ഇവിടെ തന്നെയാണ് നമ്മൾ അർച്ചനക്കും പിന്നെ വഴിപാട് കഴിപ്പിക്കാനുള്ള ടോക്കണും ടിക്കറ്റെല്ലാം മേടിക്കേണ്ടത്. നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ബാക്കിലാണ് അമ്പലത്തിൻ്റെ കുളം പൂപ്പൽ പിടിച്ച് കിടക്കുക. മഴയെല്ലാം കുറഞ്ഞിപ്പോൾ, ഇതിപ്പം ഒക്ടോബർ മാസം ആയതുകൊണ്ട് പൂപ്പൽ പിടിച്ച് വെള്ളമെല്ലാം പച്ച നിറമായിട്ട് കിടക്കുക, വൃത്തിയാക്കുന്നുണ്ട്. ഇതിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിംഗ് ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് തന്നെയാണ്. അമ്പലത്തുന്നതിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെ മെയിൻ റോഡിലൊരു വഴിയുണ്ട്, താഴോട്ട് ഇറങ്ങണ്ട്. വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് എടുക്കാം. അങ്ങനെ ഇല്ല സൗകര്യങ്ങളെല്ലാം അമ്പലത്തിലുണ്ട്. അമ്പലത്തിലെ ഗ്രൗണ്ടാണ്, പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. അപ്പം പാർക്കിംഗ് ഇവിടെ ഫ്രീ ആണ്, പൈസയില്ല. നേരെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ പാർക്കിംഗ് സ്പേസായി കുളത്തിൻ്റെ തൊട്ടടുത്ത്. നമ്മൾ ആ ഷെൽട്ടർ ഇട്ട് കാണുന്ന സ്റ്റെപ്സ് കാണുന്ന മുകളിലോട്ട് അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ്. കുളത്തുനിന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അമ്പലം. പാർക്കിങ്ങിന് നേരെ മുകളിലോട്ട് കയറുകയാണ്. ഒരു 5-8 സ്റ്റെപ്പ് അത്രയേ ഉള്ളൂ. അല്ലെ മെയിൻ റോഡാണെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡ് തന്നെ അമ്പലത്തിൻ്റെ ഗേറ്റും ഇല്ലത്. നമ്മൾ ഈ പാർക്കിങ്ങിന് സ്റ്റെപ്പ് കയറി വന്ന് നേരെ ഹാളിൽ നിന്ന് ഈ മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, ചോപ്പ്, ഇപ്പോൾ ആൾ കയറി പോകുന്ന ആ മുകളിലോട്ടാണ് അമ്പലം. താഴത്തുനിന്ന് പൂജയ്ക്ക് വേണ്ട സ്ലിപ്പെല്ലാം മുറിക്കുക, എന്നിട്ട് മുകളിൽ കൊണ്ടുപോവുക. മുകളിൽ നിന്നാണ് പൂജയും ദർശനവും പിന്നെ തേങ്ങ ഉടക്കലാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അപ്പം അതൊക്കെ മുകളിലാണ് നടക്കുന്നത്. സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച. അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ച ഇതാണ്. ഉള്ളിൽ ഭഗവാൻ ശിവനുമുണ്ട്, ദേവീൻ്റെ രൂപത്തിൽ ഭദ്രകാളിയുണ്ട്. 2 ദൈവങ്ങളാണ് ഉള്ളിലുള്ളത്. മറ്റ് 6-7 ദൈവങ്ങൾ വേറെയുണ്ട്. മെയിനായിട്ടുള്ള ഡയറ്റി എന്ന് പറയുമ്പം ഭഗവാൻ ശിവനും ദേവി ഭദ്രകാളീൻ്റെ രൂപത്തിലാണ്.